ഇപ്പോൾ നമുക്ക് ഈ വരിക്ക് ഉള്ളിലൂടെ തന്നെ പുറത്തേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വരി നീണ്ടാൽ ഒരു 1.5 മണിക്കൂറിലധികം ഈ പൊതുദർശനം ഇനിയും നീളാനുള്ളൊരു സാധ്യതയാണ്. ഇന്നലെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ 1 മണിക്കൂർ സമയമാണ് പൊതുദർശനത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം 2 ഭാഗത്തുനിന്നും ഇതുപോലെ തന്നെ വരി രൂപപ്പെട്ടിട്ടുണ്ട്. ആ 2 ഭാഗത്തും ഒറ്റ വരിയായിട്ടാണ് പോകുന്നത്. ആ 2 ഭാഗത്തു നിന്നുമുള്ള വരി ഈ എത്തി നിൽക്കുന്നത് നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ഭാഗത്തു നിന്നും ഏകദേശം ഒരു 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് വരി നീണ്ടുപോകുന്നു. ആ വരി 2 ഭാഗത്തുമുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഒറ്റ വരിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒറ്റ വരി എത്തി നിൽക്കുന്നതും ഈ കണ്ണാടിക്കൽ ഭാഗത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ പൊതുദർശനത്തിൻ്റെ സമയം നീണ്ടുപോകാനുള്ളൊരു സാധ്യതയാണ് കണക്കാക്കുന്നത്. അങ്ങനെ പൊതുദർശനം നീണ്ടുപോകും എന്നാണ് ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ വീടിനോട് ചേർന്നുള്ള ഭാഗത്തേക്ക് ഈ വരി നീളുന്നു. 2 ഭാഗത്തും വരിയുള്ളത് കൊണ്ട് തന്നെ ഈ പൊതുദർശനത്തിൻ്റെ ഒരു സമയക്രമീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്നലെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ 1 മണിക്കൂറാണ് പൊതുദർശനത്തിൻ്റെ സമയമുണ്ടായിരുന്നത്. 1 മണിക്കൂർ പക്ഷേ ഇപ്പോൾ കടന്നിരിക്കുന്നു. നേരത്തെ കൃത്യം 8 മണിക്ക് തന്നെ കണ്ണാടിക്കൽ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തിയിരുന്നു. ആ 8 മണിക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 10:10 ചെറിയൊരു വിലാപയാത്ര. ആ വിലാപയാത്ര കടന്നു വന്നിട്ടുണ്ടായിരുന്നതും ഈ വഴിയിലൂടെയാണ്. por ahí,